ഇന്ന് രാജ്യമെമ്പാടും രക്ഷാബന്ധൻ ദിനം ആഘോഷിക്കുകയാണ്. മഹത്തായ സഹോദരി സഹോദര ബന്ധം എന്ന സന്ദേശമാണ് രക്ഷാബന്ധൻ മഹോത്സവം രാജ്യത്തിന് തുറന്നു കാട്ടുന്നത്. ഈ ദിവസത്തിലെ പ്രധാന ചടങ്ങ് രാഖി ബന്ധനമാണ്. ഇന്ന് രക്ഷാബന്ധൻ മഹോത്സവം ഹൈന്ദവ വിശ്വാസികൾ പവിത്രവും പാവനവുമായാണ് രക്ഷാബന്ധൻ മഹോത്സവം കൊണ്ടാടുന്നത്. ശ്രാവണ മാസത്തിലെ പൗർണമി നാളിലാണ് രക്ഷാബന്ധൻ മഹോത്സവം ആചരിക്കുന്നത്. സമൂഹത്തിന് മഹത്തായ സഹോദരി സഹോദര ബന്ധം എന്ന സന്ദേശമാണ് രക്ഷാബന്ധൻ മഹോത്സവം നൽകുന്നത്. ഈ വർഷം ഓഗസ്റ്റ് 19 രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത്. രക്ഷാബന്ധൻ ദിനത്തിലെ പ്രധാന ചടങ്ങ് രാഖി ബന്ധനമാണ്. ഇതിനുശേഷം മധുര പലഹാരങ്ങളും വിതരണം ചെയ്ത് ചടങ്ങ് ആഘോഷമാക്കി തീർക്കുന്നു. ഈ ദിവസം വടക്കേ ഇന്ത്യയിൽ വൻ ആഘോഷങ്ങളാണ് നടത്തിവരുന്നത്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നു. ദേവന്മാർ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രന്റെ പത്നിയായ സചി ഇന്ദ്രന്റെ കയ്യിൽ രക്ഷയ്ക്കായി രക്ഷാസൂത്രം കെട്ടിക്കൊടുത്തു. ഈ രക്ഷാസൂത്രത്തിന്റെ ബലത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള ശക്തി ഇന്ദ്രന് ലഭിച്ചു. ഇതോടെ യുദ്ധത്തിൽ ദേവന്മാർ വിജയിച്ചു. ഈ യുദ്ധവിജയത്തിന്റെ ആഘോഷമാണ് പിന്നീട് രക്ഷാബന്ധനം എന്ന ഉത്സവം ആരംഭമായി തുടങ്ങിയത്. പിന്നീട് സഹോദരി സഹോദരന്റെ കൈകളിൽ രാഖി കെട്ടുന്ന ചടങ്ങ് പ്രചാരത്തിൽ വന്നു. രാഖിയുടെ നൂലുകൾക്ക് അത്ഭുത ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. കേരളത്തിൽ ചുവപ്പ്, കാവി, നീല നിറങ്ങളിൽ രാഖി ചരടുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ രാഖി ചരടുകൾ അല്പം ആഡംബരം കലർത്തിയാണ് നിർമ്മിക്കുന്നത്. മുത്തുകൾ, കല്ലുകൾ, വജ്രം, പ്ലാസ്റ്റിക് തുടങ്ങിയവ ഉപയോഗിച്ച് രാഖി ചരടുകൾ നിർമ്മിക്കും. തെക്കേ ഇന്ത്യയിൽ ആവണി അവിട്ടം എന്ന പേരിലാണ് രക്ഷാബന്ധൻ അറിയപ്പെടുന്നത്.